ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ രാമേശ്വരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരം വെളുത്തു, സൂര്യൻ ഉദിച്ചു വരികയാണ്. നമ്മുടെ വണ്ടി ഇങ്ങനെ രാമേശ്വരത്തേക്ക് പോവുകയാണ്. പ്രധാനമായും പറയാനുള്ളത് പാമ്പൻ പാലം കടക്കാൻ പോവുകയാണ്. ഇന്നലെ ഈശ ഫൗണ്ടേഷനിൽ പോയി നമ്മൾ രാത്രി മുഴുവൻ യാത്ര ചെയ്യുകയായിരുന്നു. നമ്മുടെ ഡ്രൈവർമാർ കണ്ണ് പൂട്ടാതെ ഡ്രൈവ് ചെയ്യുകയാണ്. അന്നേരം ഈ രാത്രി മുഴുവൻ ഡ്രൈവ് ചെയ്താൽ മാത്രമേ രാവിലെ ആകുമ്പോഴേക്ക് ഈ രാമേശ്വരത്തേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ സൂര്യൻ ഉദിച്ചു വരികയാണ്, കാണുന്നുണ്ടല്ലോ. തണുത്ത കാറ്റും സൂര്യോദയവും ഈ പാമ്പൻ പാലത്തിലൂടെ യാത്രയും ഒക്കെ നമ്മൾ അനുഭവിച്ചറിയണം. ശരിക്കും ഞാനിത് എൻജോയ് ചെയ്യുകയാണ്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉറക്കത്തിലാണ്, അവരുടനെ ഉണരും. രാമേശ്വരത്തെയും മണ്ഡപത്തെയും യോജിപ്പിക്കുന്ന പാലമാണ് ഈ പാമ്പൻ പാലം. പഴയ കാലം ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പാലം 1964 ചീറിയടിച്ച ചുഴലിക്കാറ്റിൽ നശിച്ചു പോവുകയായിരുന്നു. അങ്ങനെ പഴയ പാലത്തിന് സമാന്തരമായി ഒരു പുതിയ പാമ്പൻ പാലം നിലവിൽ വന്നു. പുതിയ പാമ്പൻ പാലത്തിന് ഒരുപാട് വിശേഷങ്ങൾ ഉണ്ട്. പുതിയ പാമ്പൻ പാലം പ്രധാന ഭൂപ്രദേശമായ മണ്ഡപത്തെയും പാമ്പൻ ദ്വീപിലെ രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് റെയിൽവേ കടൽപ്പാലം എന്നത് മറ്റൊരു വിശേഷണമാണ്. 2024 ഇത് പൂർത്തിയായി. 2025 ഏപ്രിലിൽ ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെ നീളം 2.7 കിലോമീറ്റർ ആണ്. ഇനി നിങ്ങൾക്ക് പാമ്പൻ പാലത്തിൻ്റെ രണ്ട് പാലവും കാണാം, അതായത് പഴയ പാലവും പുതിയ റെയിൽവേ പാലവും. അപ്പോൾ പഴയ പാലം നിലനിർത്തിക്കൊണ്ടാണ് പുതിയ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ, 1964 ചുഴലി കൊടുങ്കാറ്റിൽ നശിച്ചു പോയതാണ് ഈ പഴയ പാലം. പഴയ പാലം ധനുഷ്കോടി വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ധനുഷ്കോടിയിൽ ഈ പഴയ റെയിൽവേയുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാം. ഈ പാമ്പൻ പാലം രണ്ട് കടലിന് നടുവിലൂടെയാണ് ഉള്ളത്. അപ്പോൾ രണ്ട് കടലും, ഒന്ന് ബംഗാൾ ഉൾക്കടലും ഒന്ന് ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. അപ്പോൾ അതിൻ്റെ മിഡിലിലൂടെയാണ് ഈ പഴയ റെയിൽവേ പാലം ഉള്ളത്. ഇപ്പോഴും അതെ, പുതിയ പാലവും അതെ. ഇതിലൂടെ യാത്ര ചെയ്യാൻ തന്നെ വളരെ രസമാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ദൂരെ ഒരു വെർട്ടിക്കൽ ബ്രിഡ്ജിൻ്റെ കാഴ്ചയാണ്. അത് ദൂരെയാണ്. ഈ വെർട്ടിക്കൽ ബ്രിഡ്ജിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇത് വലിയ കപ്പലുകൾ വരുമ്പോൾ ഇതിൻ്റെ ലിഫ്റ്റ് ഉയരുകയും അതിന് ഈ കപ്പലുകൾക്ക് കടന്നു പോകാനുള്ള സൗകര്യം ഒക്കെയുണ്ട്. ശരിക്കും ഇത് ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ഈ ബ്രിഡ്ജ്. ശരിക്കും പറഞ്ഞാൽ ഈ റോഡിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്ക് പാമ്പൻ പാലത്തിൻ്റെ ഭംഗിയും ഈ വെർട്ടിക്കൽ ബ്രിഡ്ജൊക്കെ കാണാൻ സാധിക്കുക. പകൽ സമയം ഈ പാലത്തിലൂടെ യാത്ര ചെയ്യാൻ മാത്രമേ പറ്റൂ. ഇവിടെ നിർത്തിയിടാനൊന്നും പറ്റില്ല, കാരണം അത്രയ്ക്ക് തിരക്കായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ വെർട്ടിക്കൽ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. മണിക്കൂറിൽ പരമാവധി 75 കിലോമീറ്റർ വേഗത്തിൽ യാത്രാവണ്ടികളും ചരക്ക് വണ്ടികളും ഓടിക്കാം. എന്നാൽ കപ്പലുകൾക്ക് വഴിയൊരുക്കുന്ന വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സ്പാനിലൂടെ 50 കിലോമീറ്റർ വേഗത്തിൽ വണ്ടി ഓടിക്കാനേ അനുമതിയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി ഈ വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനം കാണാം. ഈ സ്ഥലത്തുകൂടെയാണ് വലിയ വലിയ കപ്പലുകൾ വരുമ്പോൾ ഇത് രണ്ട് ഭാഗത്തായി ഉയരും. അങ്ങനെ വലിയ വലിയ കപ്പലുകൾക്ക് ഇതിലൂടെ യാത്ര ചെയ്യാം.
പുതിയ പാലം ഉണ്ടാക്കുന്നതിന് പ്രധാന പങ്ക് വഹിച്ചത് നമ്മുടെ പഴയ പ്രസിഡൻറ്റ് അബ്ദുൽ കലാം സാറും പിന്നെ റെയിൽവേയുടെ പ്രധാന ആളായ ഇ ശ്രീധരനും ആണ്. ഈ പാലത്തിൻ്റെ നീളം 2.08 കിലോമീറ്ററാണ്. വെർട്ടിക്കൽ ലിഫ്റ്റിംഗ് സംവിധാനം, 535 കോടി ചെലവ്. ഈ പാമ്പൻ പാലം ശരിക്കും നമ്മുടെ അഭിമാനം തന്നെയാണ്. ഈ പാലത്തിൻ്റെ അവസാന ഭാഗം എത്താനായി. നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവും 2 ഭാഗത്തായി നിറയെ ബോട്ടുകൾ നിർത്തിയിട്ടിരിക്കുന്നത്. ഇവിടെയുള്ളവരുടെ പ്രധാന തൊഴിൽ മത്സ്യബന്ധനമാണ്. ഇവിടെയുള്ള ഇപ്പോൾ ഈ ധനുഷ്കോടിയിലുള്ള ജനങ്ങളുടെ പ്രധാന ഉപജീവന മാർഗം കൂടിയാണ് മത്സ്യബന്ധനം. നമ്മൾ ധനുഷ്കോടിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാം. ഇപ്പോൾ ഈ പ്രഭാതത്തിലുള്ള ഈ പാമ്പൻ പാലത്തിലൂടെ ഉള്ള ഒരു യാത്ര ശരിക്കും നമ്മളെ ഉത്സാഹഭരിതരും ആകാംക്ഷഭരിതരും ആക്കുന്നുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഇവിടെ വരുന്നതാണെങ്കിൽ ഈ പാലത്തിലൂടെയും ഈ റോഡ് പാലത്തിലൂടെയും റെയിൽവേ പാലത്തിലൂടെയും യാത്ര ചെയ്യണം. ശരിക്കും ഇതൊരു അനുഭവം തന്നെയാണ്. മാത്രമല്ല നമ്മുടെ ഈ പാലം നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനവും കൂടിയാണ്. ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. രാമേശ്വരം അമ്പലത്തിലേക്ക് പോകണം, പിന്നെ ധനുഷ്കോടി അതായത് പ്രേതനഗരം, ഇതൊക്കെ കാണാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാലത്തിൻ്റെ അവസാനം എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നിങ്ങളും ഇതുപോലെ യാത്ര ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ ഉടനെ തിരിച്ചു വരാം.